മുളക് ബജി ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ബോണ്ട നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതാണ്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു 4 മണി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് ആദ്യം ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിൽ 1/2 ടീസ്പൂൺ കടുകും ജീരകവും ഇട്ട് പൊട്ടിക്കുക. ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത പേസ്റ്റാണ്, സ്മൂത്തായിട്ട് അരയ്ക്കേണ്ട. പേസ്റ്റ് ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വറുത്ത ജീരകപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം വതക്കാനായിട്ട്, ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും. അതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് 5 എണ്ണം എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് 5 ഉരുളക്കിഴങ്ങ് എടുത്തത്. അതും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി ചെറിയ തീയിൽ ആവി കയറ്റണം. അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ചെറിയ തീയിൽ ആവി കയറ്റി എടുക്കുക. അപ്പം മസാലയും നന്നായിട്ട് വെന്ത് കിട്ടും, ഉരുളക്കിഴങ്ങും നല്ല മയമുള്ളതായി കിട്ടും. നന്നായിട്ട് വെന്തതിന് ശേഷം അതൊരു മാഷർ ഉപയോഗിച്ച് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട്, കാരണം അത് നമ്മൾ സ്റ്റഫ് ചെയ്യുന്നത് കൊണ്ട് അതിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലവണ്ണം ഇതുപോലെ മാഷ് ചെയ്ത് എടുക്കുക. അതിലേക്ക് അവരവരുടെ സ്വാദിന് ഇഷ്ടമുള്ള മല്ലിയിലയും ചേർക്കുക. കൂടെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ ജ്യൂസും കൂടെ ചേർക്കുക. ഇതെല്ലാം അവരവരുടെ സ്വാദിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. നമ്മൾ ആഡ് ചെയ്ത മസാലയായാലും പച്ചമുളകിൻ്റെ എരിവാണെങ്കിലും എല്ലാം അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കുക. മസാല നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ മുളകിപ്പോൾ ഈ കുറച്ച് ഡാർക്കായിട്ടുള്ള മുളകാണ് കിട്ടിയത്. ബജി മുളക് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. അതിതുപോലെ ഒന്ന് കീറിയിട്ട് അതിൻ്റെ അകത്തുള്ള അല്ലി വേണമെങ്കിൽ എടുത്ത് മാറ്റാം. എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ അല്ലി മാറ്റുന്നില്ല. ഇവിടെ എരിവ് നല്ല ഇഷ്ടമായതുകൊണ്ട് ആ അല്ലിയോട് കൂടെ തന്നെ വെക്കുകയാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ ഉരുളക്കിഴങ്ങ് നല്ലോണം നിറയ്ക്കുക. ഇപ്പം ഉരുളക്കിഴങ്ങ് നിറച്ച് ഇത് തന്നെ നമുക്ക് മാവിൽ മുക്കി മുളക് സ്റ്റഫ്ഡ് ബജിയായിട്ട് എടുക്കാം. കൂടാതെ ഇപ്പം അതേ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റഫിങ് വെച്ചിട്ട് മുളക് മൊത്തമായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഒരുപാട് കട്ടിക്ക് വേണ്ട, എത്രത്തോളം കനം കുറച്ച് നമുക്ക് ഈ സ്റ്റഫിങ് പൊതിഞ്ഞെടുക്കാൻ പറ്റുമോ അതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് എടുക്കുക മുളക്. അപ്പോൾ ഇത് ബോണ്ടയുടെ എഫക്റ്റും കിട്ടും, മുളക് ബജിയുടെ എഫക്റ്റും കിട്ടും. ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് എടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള മുളകുകളും ഉരുളക്കിഴങ്ങിൻ്റെ മസാല വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. ഇനി ഇത് നമുക്ക് മുക്കി പൊരിക്കാനായിട്ടുള്ള ഒരു ബാറ്റർ മാവ് തയ്യാറാക്കാം. അതിലേക്ക് 1 കപ്പ് കടലമാവിന് 1/2 കപ്പ് അരിപ്പൊടി. അപ്പോൾ ആ കവറിങ്ങിന് ഒരു ക്രിസ്പിനെസ്സും കിട്ടും. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കായപ്പൊടി, മുളക് പൊടി, പിന്നെ അയമോദകം. ഇതെല്ലാം അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. അയമോദകം ചേർക്കുമ്പോൾ ഇതുപോലെ കൈയുടെ ഇടയിൽ ഒന്ന് ഞെരടിയിട്ട് വേണം ചേർക്കാനായിട്ട്, അതിൻ്റെ മണം നന്നായിട്ട് കിട്ടാൻ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കട്ടയില്ലാണ്ട് നല്ല ലൂസ് ബാറ്ററായിട്ട് തന്നെ കലക്കിയെടുക്കുക. കാരണം മുക്കിയെടുക്കുമ്പം അത് ഒരുപാട് കട്ടി വേണ്ട, ഒന്ന് നമുക്ക് കവർ ചെയ്ത് കിട്ടിയാൽ മതി. ഉരുളക്കിഴങ്ങിൻ്റെ ആ സ്റ്റഫിങ്ങിന് ദോശ ബാറ്റർ പോലെ ദോശമാവിൻ്റെ ആ അയവിൽ ഒന്ന് കലക്കിയെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തുകൊണ്ടാൽ മതി. നല്ലോണം കട്ടയില്ലാണ്ട് ഇതുപോലെ കലക്കിയെടുക്കുക. നമ്മൾ കോരി ഒഴിക്കുമ്പം സ്മൂത്തായിട്ട് ഒഴുകി വീഴുന്ന കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ കലക്കിയെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. എണ്ണ നല്ലോണം ചൂടായോ നോക്കാനായിട്ട് ബാറ്ററി ഒന്ന് ശകലം ഒരു ഡ്രോപ്പ് ഇട്ട് നോക്കുമ്പോൾ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. എന്നിട്ട് നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ഇതുപോലെ കടലമാവിൽ നന്നായിട്ട് മുക്കി ബാക്കിയുള്ള മാവ് ഒന്ന് നിവർത്തി പിടിച്ചാൽ മതി. എക്സ്ട്രാ മാവ് ഒഴുകി താഴെ വീണോളും.
എണ്ണയിലേക്ക് സൂക്ഷിച്ചിടുക. ഇത് ഇച്ചിരി സൈസ് വലുതായതുകൊണ്ട് ഇപ്പോൾ ചെറിയ ചട്ടി എടുത്തിരിക്കുന്നത് കൊണ്ട് ഇതുപോലെ ഒരെണ്ണമായിട്ട് ഇട്ടെടുക്കുക. ആ മാവൊന്ന് വെന്ത് കിട്ടിയാൽ മതി ഇപ്പോൾ തൽക്കാലത്തിന്. അതുപോലെ ബാക്കിയുള്ള മുളകും മാവിൽ ഇതുപോലെ മുക്കി വറുത്ത് കോരി എടുക്കുക. കവറിങ്ങിന് ഒരുപാട് കട്ടി വേണ്ട, ഒന്ന് കോട്ട് ചെയ്ത് കിട്ടുന്ന കവറിങ് മതി. ഇതുപോലെ എല്ലാ മുളകും പൊരിച്ചെടുക്കുക. എന്നിട്ട് എണ്ണ എത്രയാണോ വെച്ചിരിക്കുന്നത് അതനുസരിച്ച് 2, 3, 4 ഒരുമിച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ പൊരിച്ച് വറുത്ത് കോരി എടുക്കുക. ഇതിപ്പോൾ ചെറിയ ചട്ടി ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം വെച്ചാണ് പൊരിച്ചെടുക്കുന്നത്. വലിയ ചീനച്ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലിട്ട് പൊരിച്ചെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള മുളകും നല്ലോണം പൊരിച്ചെടുക്കുക. നമ്മൾ ബോണ്ടയും ആയി മുളക് ബജിയും രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു 4 മണി പലഹാരം പോലെ നമുക്കിതുപോലെ തയ്യാറാക്കാം. ഇതിൻ്റെ കൂടെ ഏത് ചട്നി വേണമെന്നുണ്ടെങ്കിൽ ചട്നിയുടെ കൂട്ടത്തിൽ മല്ലിയിലയുടെ ചട്നിയോ പുതിന ചട്നിയോ തേങ്ങാ ചട്നിയോ അല്ല സ്വീറ്റ് ടാമറിൻ ചട്നിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ മുറിച്ച് കാണിക്കുകയാണെങ്കിൽ നല്ല ചൂടാണ്. മുറിച്ച് കാണിക്കുമ്പോൾ നമുക്ക് ബോണ്ടയും പോലെ ഇരിക്കും, അകത്ത് മുളക് ബജിയും കൂടെ സ്റ്റഫ് ചെയ്തതുപോലെ രണ്ടിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.